എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അധികം എണ്ണയൊന്നും കുടിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഈ റെസിപ്പി കാണുന്നതിനിടയിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ റെസിപ്പി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് കൂട്ടി കഴിക്കാനായിട്ടുള്ളൊരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പിയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നിയാണ് കേട്ടോ. അപ്പോൾ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് ഈ റെസിപ്പി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചായപലഹാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഈ ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ചെറിയൊരു പീസാക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 4ആയിട്ട് മുറിക്കുകയാണ്. ഇതിൻ്റെ 4/1 ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കഴുകാതെയാണ് മുറിക്കുന്നത്. അപ്പോൾ ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇതിൻ്റെ പുറം ഭാഗം എല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നല്ല തിന്നായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ നീളത്തിൽ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാബേജ് ഇനി ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ അത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുറിച്ചതിന് ശേഷം കഴുകാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പീസായിട്ട് തന്നെ കഴുകി എടുത്തിട്ട് വേണം ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ക്യാബേജ് മുറിച്ചിരിക്കുന്ന പോലെ തന്നെ ഇത്രയും അളവിൽ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു സവാള കൂടെ എടുത്തിട്ടുണ്ട്. ഇതും ഈ ക്യാബേജ് മുറിച്ചിരിക്കുന്ന പോലെ തന്നെ നീളത്തിൽ നല്ല നൈസായിട്ട് മുറിച്ചെടുത്തിട്ട് ഈ ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയും ഇതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിന്നായിട്ട് നൈസായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇനി ഒന്ന് കൈ വച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ വച്ചിട്ട് ശരിക്കും ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഉള്ളി സവാള അതിൽ നിന്നെല്ലാം ശരിക്കും വെള്ളമായി ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ മാത്രം വച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. ഈ പൊടികളും എല്ലാം ഉപ്പും എല്ലാം എരിവും എല്ലായിടത്തും ആകാൻ പാകത്തിന് അതുപോലെ ശരിക്കൊന്ന് കുഴച്ച് എടുത്തിട്ട് വരാം. ഇപ്പോൾ കൈ വെച്ചിട്ട് ഇതൊന്ന് ശരിക്കും നല്ലപോലെ ഞെരടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ, പത്തിരിപ്പൊടി. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 പൊടികളും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെയും നമ്മൾക്ക് ഇതൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. അപ്പോഴും ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെയുള്ള വെള്ളമയത്തിൽ തന്നെ ഇതൊന്നിങ്ങനെ കുഴച്ചുരുട്ടി എടുക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ആദ്യം നമ്മൾക്ക് പൊടികളെല്ലാം ചേർത്തുന്ന കണക്കിനനുസരിച്ചിട്ട് നേരത്തെ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പും എരിവും എല്ലാം ചേർത്ത് കൊടുത്താൽ പിന്നെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുഴച്ചുരുട്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മുക്കി കഴിക്കാനുള്ള ചട്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 പിടി പുതിനയുടെ ഇലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലരിതിൽ പച്ചമുളക് കൂടെ ചേർക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. അതിന് പകരം ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അരയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനായിട്ട് ചെറിയൊരു കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക്
പച്ചമുളക് വേണമെന്നുള്ളവർക്ക് നല്ലപോലെ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമ്മൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചട്ടിയിൽ. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഈ കുഴച്ചുരുട്ടി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുഴച്ചുരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോളിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്കൊരു 6-7 എണ്ണം ഒന്നിച്ച് ഇടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് കൊടുക്കുകയാണ്. ഒരേ ഷേപ്പിൽ ഒരേ വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് കൊടുത്താൽ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ടൈറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മുടെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. ഉൾപ്പുറം ഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ട് ഇരിക്കും, അതുപോലെ തന്നെ അകംഭാഗം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഒന്ന് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടും ഉൾഭാഗം എല്ലാം ഇരിക്കും, അതുപോലെ തന്നെ നല്ല ക്രിഞ്ചി ആയിട്ട് പുറം ഭാഗം ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ അല്ലെങ്കിൽ കറികൾ, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെയാണ് ഞാൻ ചാനലിൽ ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയും ആയിരിക്കും, പക്ഷേ എന്നാലും ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമായിരിക്കും കേട്ടോ. എല്ലാ മൺഡേയും തേഴ്സ്ഡേയും ഇന്ത്യൻ സമയം 1:50 PM കേട്ടോ എൻ്റെ ചാനലിലെ വീഡിയോസ് പബ്ലിക് ആകുന്നത്. ലോങ് വീഡിയോസ്, റെസിപ്പികൾ പബ്ലിക് ആകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റിയും ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.